ഒടുവിൽ ഞാൻ മെഡിറ്ററേനിയൻ പ്രദേശമായ മെസൊപ്പൊട്ടേമിയയുടെ ശത്രുരാജ്യമായ മൂലമറ്റത്തെത്തി. പരപരാ നേരം വെളുത്തു തുടങ്ങിയതേയുണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ നിന്നും തികച്ചും വിഭിന്നമായി സൂര്യൻ പടിഞ്ഞാറ് പോയാണ് വെള്ളകീറിയത്. ഇത്തവണ ഇവിടെ ഇലക്ഷനിൽ ജയിച്ചവരെല്ലാം വാക്കുപാലിച്ചു. തേനും പാലും ഒഴുക്കുകയാണ്. നാട്ടിലല്ല, അവരുടെ വീട്ടിൽ. എന്തായാലും ചുവപ്പൻ പ്രഭാതത്തിലൂടെ ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ടൂർ ഏജന്റ് പറഞ്ഞു വെച്ച എൻ്റെ ഗൈഡിനെ തേടി ഞാൻ വീണ്ടും യാത്ര തുടർന്നു. നാട്ടിൽ ഇലക്ഷനായാൽ സ്ഥാനാർത്ഥികൾ ആരെ കണ്ടാലും 70mm ചിരിക്കുന്ന പോലെ ചിരിച്ച് അവൻ എൻ്റെ മുന്നിലേക്കെത്തി. ക്രിസ്തുവിനു മുൻപുള്ള റോമൻ സാമ്രാജ്യത്തെ പോലെ അയാൾ നിന്നിരുന്ന ഇടങ്ങളെല്ലാം ടൈലുകൾ വിരിച്ചിരുന്നു. കുശലം ചോദിക്കാനെന്ന വ്യാജേന ഞാൻ അയാളോട് പേര് ചോദിച്ചു. ഗുണ്ടുസാരോ പിപ്ലിങ്ങ. ഗൈഡിന്റെ ആ പേര് കേട്ടപ്പോൾ COVID-19 വകഭേദത്തിനിടാൻ പറ്റിയതാണെന്ന് തോന്നി. അങ്ങനെ ഗുണ്ടുസാരോ പിപ്ലിഞ്ഞോയും ഞാനും BC 1200 സീസറിന്റെ റോമാ സാമ്രാജ്യത്തെ അനുസ്മരിപ്പിക്കുന്ന നാട്ടുവഴികളിലൂടെ നടന്നു നീങ്ങി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഇലകൾ വീഴുന്നത് കണ്ട് പച്ചിലകൾ ചിരിച്ചു. ഇവിടെ എത്തിയപ്പോൾ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തിയത് കാരണങ്ങളൊന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതാണ്. ഗോട്ടിമാലിയുടെ നാഗരികതയെ അനുസ്മരിപ്പിക്കുന്ന ഇടങ്ങളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ഒരു വൃക്ഷച്ചുവട്ടിലെത്തി. ആ പൊന്തക്കാടുകളിലൂടെ നൂഴ്ന്നു പിപ്ലിങ്ങോ ആ മരത്തിന്റെ ചുവട്ടിലെത്തി. ആ വൃക്ഷത്തിന്റെ കടക്കൽ നിൽക്കുന്ന പഴത്തെ ചൂണ്ടി അയാൾ പറഞ്ഞു, ഇതൊരു അത്യപൂർവ ഔഷധമാണെന്ന്. പിന്നീട് ഞങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങി. ഒരേ സമയം 25ഓളം പിടക്കോഴികളെ വിവാഹം കഴിച്ച മുതുമുത്തച്ഛൻ ചാത്തൻകോഴിയുടെ വീടിനടുത്തുകൂടെയും ഞങ്ങൾ കടന്നുപോയി. പിപ്ലിങ്ങോ പിന്നീട് എന്നെ കൊണ്ടുപോയത് വലിയൊരു കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ചകളിലേക്കാണ്. നമ്മുടെ ജൻസി പിള്ളേർക്ക് കേട്ടറിവ് മാത്രമുള്ള കർഷകരുടെ ഊടും പാവുമായ കൈക്കോട്ട് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് ഷൂട്ട് ചെയ്തു. നെല്ലിൻ്റെയും ചേറിൻ്റെയും മണമുള്ള ഞാറ്റുപുരയിലേക്ക് കടന്നപ്പോൾ എനിക്കൊരു ജന്മം തീർന്നതുപോലെ തോന്നി. നെല്ലു നിറഞ്ഞ ഈ പത്തായത്തിനടുത്തെത്തിയപ്പോൾ സംഘകാല കൃതിയായ അകനൂറിൽ പരാമർശിക്കുന്ന സമൃദ്ധി അനുഭവപ്പെട്ടു. നമ്മുടെ നാട്ടിലെ സിന്ധുനട സംസ്കാരത്തിലെ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഇറിഗേഷൻ വകുപ്പ് ജലസേചനത്തിനായി കനാലുകൾ വെട്ടി ടൗൺ പ്ലാനിംഗ് നടത്തിയതുപോലെ പാപ്ലിങ്ങയുടെ ഈ കൊച്ചുനാട്ടിലും മനോഹരമായി ടൗൺ പ്ലാനിംഗ് നടത്തിയിരുന്നു. പൗരാണിക നാഗരികതയുടെ ശിലാഫലകങ്ങളിൽ ചവിട്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. കൊക്കിനെന്തിന് കോൾഗേറ്റ്, കാക്കയ്ക്കെന്തിന് കൺമഷി, തത്തയ്ക്കെന്തിന് ലിപ്സ്റ്റിക്ക്, നാടൻ പട്ടിക്കെന്തിന് ഫോറിൻ ഷൂ എന്നെല്ലാം പാടി പോപ്ലിങ്ങോ അവരുടെ നാടിൻ്റെ ഇപ്പോഴും ഖനനം ചെയ്യാത്ത പൗരാണിക ശേഷിപ്പുകളിലൂടെ എന്നെ കൊണ്ടുപോയി. ഇനിയുള്ള യാത്രയ്ക്ക് ഒരു യൂസ്ഡ് കാർ എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പിപ്ലിങ്ങയോട് ചോദിച്ചു. യൂസ്ഡ് കാർ തന്നെയാണോ തരുന്നതെന്ന് നോക്കി വാങ്ങണം, ചിലർ പുതിയത് തന്ന് പറ്റിക്കുമെന്ന് പറഞ്ഞ് അവൻ ചിരിച്ചു. പിപ്ലിങ്ങോ പറഞ്ഞ ഫിലോസഫി ഗ്രീക്ക് മിത്തോളജിയിൽ എവിടെയൊക്കെയോ കേട്ടതുപോലെ എനിക്ക് തോന്നി. ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ പുട്ടും പെരട്ടും എന്നെഴുതി വെച്ച കടയിൽ കയറി. ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ വെപ്പും കുടിയൊക്കെ നിർത്തിയിട്ട് കാലം കുറച്ചായി. എൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ പപ്ലിങ്ങോ ഭൂപടത്തിൽ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്ന അവരുടെ ചെറുരാജ്യമായ മൂലമറ്റത്തെ പരമ്പരാഗതമായ അരിവെപ്പ് ടെക്നോളജി കാണിക്കാൻ എന്നെ കൊണ്ടുപോയി. ഈ കൊച്ചു രാജ്യം ലോകത്തിനു മുന്നിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത ഈ ടെക്നോളജി എനിക്ക് മുന്നിൽ തുറന്നു തന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഈ രാജ്യം ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വയം പര്യാപ്തത നേടിയതിൻ്റെ രഹസ്യം ഇതായിരുന്നു.